ഈ രേണു സുധീർ റിലേറ്റഡ് ആയിട്ട് കുറേ അധികം കോണ്ടന്റുകൾ ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ രേണു സുധീർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂയോ കോൺട്രവേഴ്സിയോ വന്നു കഴിഞ്ഞാൽ ആളുകൾ പൊതുവേ ഇരിക്കുന്നത് ഷെയർ ചെയ്യും. അതുപോലെ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ ഞാൻ രാവിലെ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോയുടെ തമ്മിൽ ഞാൻ എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വായിച്ചു തരാൻ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. സുധി എന്നെ കല്യാണം കഴിച്ചതാണ്, ലിവിങ് ടുഗെദർ അല്ല. അവൾ മെസ്സേജ് അയച്ചത് ആണ് പിരിയാൻ കാരണം. രേണുവിൻ്റെ മെസ്സേജ് കണ്ട് സുധിയുടെ ഫോൺ പൊട്ടിച്ചു. അപ്പോൾ തമ്മിലിൽ രേണു ഉണ്ട്, പിന്നെ സുധിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് വേറൊരു വ്യക്തിയായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്താ വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചത് 2 പേരെയാണ് ആദ്യം. 3ാമത്തെ ആളാണ് രേണു സുധി എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഫൈൻ. കുറച്ച് ദിവസം മുമ്പ് രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ വന്നു. ആ ചാനലുമായിട്ട് ഞാൻ വളരെ നല്ല ടേംസിലായതുകൊണ്ട് ആ ഇൻ്റർവ്യൂയുടെ ഒരു സാധനം എനിക്ക് ഇവിടെ അടുത്ത് വെക്കാൻ പറ്റില്ല. ബട്ട് ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഒരുപാട് രേണു സുധിയുടെ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ അവരെടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂയുടെ അകത്ത് സുധിയുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചിട്ട് രേണു പറയുന്നുണ്ട്. കല്യാണം കഴിച്ചതും ആ ലേഡിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെയാണ് രേണു അതിൽ പറയുന്നത്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ അന്ന് ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് കുറച്ചധികം ആളുകൾ ഈ സുധിയുടെ റിലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സുധിച്ചേട്ടൻ 2ാമത് വൈഫ് രേണു അല്ല, വീണ. 3ാമത്തെ വൈഫാണ് രേണു എന്ന് വളരെ ജെന്യുവിനായി തോന്നിക്കുന്ന ആര്യ സുജിൻ എന്ന് പറഞ്ഞൊരു പക്ക പ്രൊഫൈലിൽ നിന്ന്, ഫേക്ക് അല്ല, ഒരു ഒറിജിനൽ ഫോട്ടോ ഒക്കെ വെച്ചൊരു ID പ്രൊഫൈലിൽ നിന്നൊരു കോമൻറ്റ് വന്നിട്ടുണ്ട്. അതിനടിയിൽ കുറേ ഇൻട്രാക്ഷനും ട്രാക്ഷനും കയറി പോയിട്ടുണ്ട്. ഓക്കെ, പിന്നൊരു കമൻറ്റ് കണ്ടത് സോമാ സുധി, ശാലിനി സുധി, രേണു സുധി, ഈശ്വര എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടു. ഓക്കെ, പിന്നെ അതേപോലത്തെ കുറച്ച് കമൻറ്റുകൾ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക്സ് എന്ന് പറഞ്ഞ ചാനലിനകത്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ, അതായത് ഒരു ലേഡി വിളിച്ചിട്ട് അവർ കൊല്ലം സുധിയുടെ ഭാര്യ ആയിരുന്നു എന്നും കൊല്ലം സുധി രേണുവിന് മുമ്പ് കല്യാണം കഴിച്ചത് ആ ലേഡിയെ ആയിരുന്നു എന്നും രേണു സുധി ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു, അതുകൊണ്ട് അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഫോണിലൂടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ, എന്റെ അറിവില് രേണു സുധി എവിടെയും ഈ രേണു സുധി ആൻഡ് ആദ്യം ഉള്ള വൈഫ് ഇവരുടെ ഇടയിലുള്ള ഒരു സുധിയുടെ റിലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനെ കുറിച്ചോ എവിടെയും പറഞ്ഞിട്ടില്ല. പബ്ലിക്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അവർ വേറെ എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിയും. പക്ഷേ ഈ ഇൻ്റർവ്യൂയിലൂടെ അവർ പറയുന്നത് രേണുവിനെ മോശക്കാരിയാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേണു വേറെ എവിടേക്കോ ആരോടോ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള റിപ്ലൈ പബ്ലിക്കായിട്ടൊരു ചാനലിലൂടെയാണ് ഇവർ റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ബാഡ് ഫേസ് കിട്ടുന്നത് സുധിക്കാണ്. ഓക്കെ, ബാക്കി കേൾക്കാം നമുക്ക്. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗെദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
കൊല്ലം സുധിയുടെ വൈഫായ രേണു സുധി. ഓക്കെ, രേണു സുധി വേറെ ആരോടോ പറഞ്ഞതാണ് കൊല്ലം സുധിയുടെ പ്രീവിയസ് റിലേഷനെ കുറിച്ചിട്ട്. ഫൈൻ. ഇതിലിപ്പോൾ ഞാൻ കാണുന്ന ഒരു അവസ്ഥ എന്താ അറിയോ, കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ ഒരു കലാകാരൻ മരണശേഷം ഇപ്പം ആത്മാവ് എന്നൊക്കെയുള്ള സെറ്റപ്പിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാം കേട്ടോ, എടേ എന്ത് ഗതികെട്ട ആത്മാവിടെ ഈ കൊല്ലം സുധിയുടെ, അങ്ങനെ വിചാരിച്ചുകൂടെ? മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ ഇത്രത്തോളം, മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരാൾ ഇത്രയും കുറ്റപ്പെടുത്തലും പഴിചാരലൊന്നും കേട്ട് കാണില്ല. കൊല്ലം സുധീൻ്റെ മരണശേഷം ആക്ച്വലി ആ കലാകാരൻ ജീവിച്ചിരുന്നപ്പോൾ ഡിസർവ് ചെയ്തതിനേക്കാൾ കൂടുതൽ റെസ്പെക്റ്റും വിസിബിലിറ്റിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതങ്ങനെയാണല്ലോ, ഒരാളെ മരണശേഷം പിന്നെ അയാളങ്ങോട്ട് ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ച് ആഘോഷിക്കും. ഒരു ഫേസ് വരെ നമ്മൾ നോക്കുമ്പോൾ കൊല്ലം സുധിയെ ഇങ്ങനെ ആളുകൾ അയ്യോ എന്തൊരു നല്ല കലാകാരനായിരുന്നു, എന്ത് നല്ല കൊമേഡിയൻ, ജീവിച്ചിരുന്ന സമയത്ത് മര്യാദയ്ക്ക് സിനിമ പോലും ആക്കി കിട്ടിയിട്ടില്ല. ഈ സ്റ്റേജ് ഷോസും ഈ പറഞ്ഞ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ കോമഡി ഷോയിലൊക്കെ ഭാഗമായിട്ട് പോകുന്നൊരു വ്യക്തി, അതും പലതിലും ചളിയൻ എന്നുള്ളൊരു പേരിലൊക്കെയാണ് ഇയാൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലാണ് ഇയാൾക്കൊരു ബ്രേക്ക് കിട്ടുന്നത്. അങ്ങനെ പോയൊരു മനുഷ്യൻ മരണശേഷം ഒരു സെൻറ്റിമെൻറ്റ്സ് വേവിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ പൊങ്ങുന്നു, ആളുകൾ പൊക്കുന്നു, കൂടെ ഈ പറഞ്ഞ രേണുവിനെയും പൊക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്ന ഫേസ് എന്താ, കണ്ടിന്യൂസ് ഇൻ്റർവ്യൂസ് ആണ് രേണുവിൻ്റെയും ഫാമിലിൻ്റെയും. അതിൽ തന്നെ ലക്ഷ്മി നക്ഷത്രം വന്ന് ആഡ് ആവുന്നു, പിന്നെ അങ്ങോട്ട് ഹെയ്റ്റ് തുടങ്ങുകയാണ്. ഓക്കെ, ലക്ഷ്മി നക്ഷത്രയുടെ കോണ്ടൻറ്റുകളിലൂടെ വരുന്നൊരു ഹെയ്റ്റ് അതങ്ങനെ തിരിഞ്ഞ് രേണു കൊടുക്കുന്ന ഇൻ്റർവ്യൂസിലേക്ക് കയറി, പിന്നെ ഇപ്പോൾ ഈ കാണുന്ന റീല്, പിന്നെ ഈ കാണുന്ന കുറേ രേണുവിൻ്റെ എന്താ പറയുക ഷോർട്ട് ഫിലിം പരിപാടികൾ, അങ്ങനെ ഓൺലൈൻ മീഡിയാസ് ഹെയ്റ്റോട് ഹെയ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ കുറച്ചായിട്ട് കാണുന്നൊരു ഫേസ് എന്താ അറിയോ, രേണുവിൽ നിന്നും ഹെയ്റ്റ് ഷിഫ്റ്റായിട്ട് നേരെ വരുന്നത് സുധിയിലേക്കാണ്. ഇവൻ കലാകാരനായിരുന്നു, ഇത്ര വലിയ കലാകാരൻ, ഇവളെന്തിനാ ഇവനെ പറയുന്നത്, ഇവൻ ഈ മാട്ട മിമിക്രിയും കളിച്ച് നടന്നവനാണ്, ഇവനവിടെ ഈ കോമഡിയിൽ ചളി അടിച്ച് അതായത് മരണശേഷം ഒന്ന് ഇങ്ങനെ പൊങ്ങിയ കലാകാരൻ വന്ന കലാകാരൻ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിനകത്ത് സുധി എന്ത് കലാകാരനാണ്, സുധിക്കാണ് ഒരു ഷിഫ്റ്റാണ് സുധിയിലേക്ക് ഹെയ്റ്റ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്ക്, രേണുവിൻ്റെ ലൈഫിൽ അങ്ങനെ പോകുന്നു, സുധിക്ക് ഓബിയസ്ലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിനകത്ത് ഇവരുടെ ഈ ഒരു ഹെയ്റ്റ് ഷിഫ്റ്റ് അങ്ങോട്ടും പോയി, കോണ്ടൻറ്റ് നേരെ ഉൾട്ട തിരിയുന്നു. അതായത് ഇതുവരെ ചർച്ച ഉണ്ടായിരുന്നത് രേണുവിൻ്റെ ഇപ്പോഴുള്ള ജീവിതം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സുധിയുടെ പാസ്റ്റ് ലൈഫ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ആത്മാവ് സെറ്റപ്പിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആത്മാവൊന്നും ഭൂമി വിട്ടു പോവില്ല, ശരീരം മാത്രമേ പോകും, ആത്മാവ് എപ്പോഴും വേണ്ടപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ആ ആത്മാവായിരിക്കും ഏറ്റവും കൂടുതൽ ഗതി കിട്ടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു. സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫ് എനിക്ക് തോന്നുന്നു സുധി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെയും ഈ മൂത്ത ആൺകുട്ടിയുടെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രേണുവും സംസാരിച്ചിട്ടുള്ളത് മൂത്ത ആൺകുട്ടിയുടെ അമ്മേനെ കുറിച്ചാണ് പബ്ലിക്കായിട്ട് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുള്ളത്. ഇവരെവിടെയും ഈ നടുവിലൊരു റിലേഷനോ ഒരു കല്യാണത്തിനെ കുറിച്ചോ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, അത് എക്സ്പോസ്ഡ് അല്ല. ഇനി അവരത് അവരുടെ ഫീൽഡിൽ ഇങ്ങനെ ആരും അറിയാത്ത സമയത്ത് എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്നവർക്ക് ബെറ്റർ. പക്ഷെ ഇതിപ്പോൾ എന്താ ഉണ്ടായി അറിയോ, ഇവർ നേരത് മീഡിയയിലായതുകൊണ്ട് ഈ സാധനം ഇനി ചർച്ചയാവും. സുധി എന്ന് പറഞ്ഞ ആളുടെ ഫേസ് ഡം ഡിം ഡും, ഉറപ്പല്ല ആ കാര്യം. എൻ്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോൾ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു, പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു നിമിഷം, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ.
ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ, ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4ലോ 5ലോ അങ്ങാണ്ടാണ്, എനിക്കത് നല്ല ഓർമ്മയില്ല. അവരെ വീട്ടില് നേരെ കല്യാണം കഴിച്ചവരെ വീട്ടിലാണ് കൊണ്ടുപോയത്. അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരച്ഛൻ, അമ്മ, അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടൻ, ചേട്ടത്തി, ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത്. അപ്പോഴവര് ഫാമിലി തന്നെ ഉള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞു, ഇവള് കൊച്ചാണ്, അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തുലയ്ക്കുന്നത്, എന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല എന്നൊക്കെ അവര് പറഞ്ഞു. പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ്, അതായത് കിച്ചുവിന്റെ അമ്മ ശാലിനി, പുള്ളിക്കാരത്തി ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണ്, അവള് ഡാൻസറാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത്. പിന്നെ ഈ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ്. ഇതാണ് ഇവരുടെ കല്യാണത്തിലേക്ക് ഇവരുടെ റിലേഷൻ പോയതിൻ്റെ ഒരു നറേഷൻ ഈ ലേഡി പറയുന്നത്. ഓക്കെ, അപ്പോൾ കിച്ചുവിൻ്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ സാരമായ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പല ഇൻ്റർവ്യൂവിലായിട്ട് രേണു ആണെങ്കിലും സുധി ആണെങ്കിലും പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ബന്ധം, സുധിയുടെ ഈ ഒരു കല്യാണത്തിനെ കുറിച്ചോ ഈ ഒരു ബന്ധത്തിനെ കുറിച്ചോ അൺഅവേർഡാണ് എല്ലാവരും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ രേണു ഭയങ്കര വൈറലായി, രേണുവിൻ്റെ കോണ്ടന്റുകൾ ഇങ്ങനെ പോയി തുടങ്ങി. അതിങ്ങനെ ഫീൽഡിൽ കയറി വരുമ്പോൾ രേണു സുധിയുടെ പാസ്റ്റ് ലൈഫ്, അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കണം ഇതറിയുന്ന ആളുകളും ഇവർ ഒരേ, ഇപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായല്ലോ, ഒരേ ഫ്ലോറ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, ഒരേ ഫ്ലോറിൽ ഒരേ പ്രോഗ്രാമിൽ അഭിനയിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഇവർ ഒരു ആർട്ടിസ്റ്റാണ്. സോ ഇതറിയുന്ന ഇവരുടെ കോമൺ ഫ്രണ്ട്സ്, കുറേ ടെക്നീഷ്യൻസ് എല്ലാവരും കാണുകയാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ രേണു എവിടെയെങ്കിലും ഇവരെക്കുറിച്ച് മോശമായി പറഞ്ഞു നടക്കുന്നത് ഇവരുടെ ചെവിയിലെത്തുമ്പോൾ ഇവിടെ ആരും ഈ യൂട്യൂബ് പെർട്ടിക്കുലർ ചാനലിൻ്റെ ഒന്നും ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒരു ചാനൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞാനിത് നിങ്ങളുടെ ചാനലിലൂടെ പറയാമെന്ന് പറയുമ്പോൾ അവരൊക്കെ അതൊരു കോണ്ടൻ്റാണ്, അവരത് എടുത്തു വെച്ച് റെക്കോർഡ് ചെയ്ത്, ഇത് ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇനി നാളെ മാറ്റി പറഞ്ഞാലും ഞങ്ങളിത് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇടുന്നത്, കാരണം ഇപ്പം നിങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ചാനൽ ഈ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ലീഗലി രേണുവിനെ മാത്രമാണ് എന്നുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവിൽ രേണു പറയണ്ടായിരുന്ന കല്യാണം കഴിച്ചത് സുധി. ഇതിന് മുമ്പുണ്ടായിരുന്ന കിച്ചൂടെ അമ്മ ലീഗലി കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ല എന്നുള്ള രീതിക്കായിരുന്നു രേണു വന്ന് അതിൽ പറഞ്ഞിട്ടുള്ളത്, ഇഫ് ഐ എം നോട്ട് റോങ്. പക്ഷേ ഇപ്പോൾ ഈ ലേഡി വന്ന് ക്ലെയിം ചെയ്യുന്നത് കിച്ചുവിൻ്റെ അമ്മ അതിനുശേഷം ഈ ലേഡി നാട്ടുകാരറിഞ്ഞ് കല്യാണം കഴിച്ചതാണ് സുധി എന്നാണ്. ഓക്കെ, ആൻഡ് കിച്ചുവിൻ്റെ അമ്മേനെയായിട്ട് ഈ ലേഡിക്ക് അത്യാവശ്യം കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത് രേണുവും പറഞ്ഞിട്ടുണ്ട്. ഈ കിച്ചുവിൻ്റെ അമ്മേനെയായിട്ട് രേണുവിനും കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് മരിച്ചുപോയ സുധി എന്ന് പറഞ്ഞ വ്യക്തി അയാൾ ജീവിച്ചിരുന്നപ്പോൾ അയാൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അന്ന്. കാരണം അയാൾ അത്ര വലിയ സെലിബ്രിറ്റി അല്ല, അയാൾ ആർക്കും അങ്ങനെ വിസിബിലിറ്റി കൊടുത്തിട്ടുമില്ല. പക്ഷെ മരണശേഷം ഇപ്പം എന്താ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നടക്കുന്നത്, ഇവിടെ ആരുടെ ഇമേജും ഫേസുമാണ് ടാർണിഷ് ആവുന്നത്? സുധിയുടെ. ഇനി മുന്നോട്ടുള്ള ഈ ലേഡിയുടെ തുറന്നു പറച്ചിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ സുധിച്ചേട്ടൻ്റെ വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ്. കാരണം സുധിച്ചേട്ടനുമായിട്ട് ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നുമില്ല, ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ബില്ല് നമ്മൾ ഈ സ്ലിപ്പ് പുള്ളി പേഴ്സിൽ വെച്ച് മറക്കും. അപ്പൊ ഇത് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഈ കാശൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ 7 months പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്
ഈ ശാലിനി എന്നെ വിളിക്കുന്നത്. എന്റെ നമ്പർ കിട്ടാൻ സുധിയായിട്ടുള്ള മാരേജ് കഴിഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് വന്നപ്പോ എന്റെ അമ്മയാണ് ആദ്യം വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നമ്പർ കൊടുത്തു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ എടുത്തപ്പോ പറഞ്ഞു എനക്ക് എടാ ഞാനാടാ ശാലിനിയാ. ഞാൻ പറഞ്ഞു ഞാൻ പറയടാന്ന് പറഞ്ഞു. അപ്പോഴ് നീ കാണുന്നില്ലേ, എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനതൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു. അത് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ആ ടൈമിൽ അവക്ക് 3.5-4 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പോഴും ഞാൻ ചെടിയെത്തോളന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത്, പറയുന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത്, നിനക്കൊരു മോനുണ്ട്, അപ്പൊ അവനെ നോക്കി നീ ജീവിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. ചേടാ ഇത് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ ഏത് ലെവലിലേക്കാ പോണത്? അതായത് ഈ പറഞ്ഞ കൊല്ലം സുധിയുടെ ആദ്യ വൈഫ്, ഓക്കെ, അവർക്ക് എന്താ ഉണ്ടായെന്നുള്ളത് കൊല്ലം സുധി തന്നെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. രേണുവും പല സ്ഥലത്ത് ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ ഒരു സിറ്റുവേഷനിലായത് കൊല്ലം സുധിയും രേണുവും ഒക്കെ, അല്ലെങ്കിൽ കൊല്ലം സുധി തന്നെ പല സ്ഥലങ്ങളിലും അവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഹേർട്ടായിട്ടാണ് എന്നുള്ള രീതിയിലല്ലേ ഇപ്പോൾ ഇവർ ഈ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ രേണു തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ട് അവർ ഡാൻസറാണ്, അവർക്ക് പ്രോഗ്രാമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, കൊറോണ ഫേസിൽ അവർക്കൊന്നും കിട്ടാതെ ആയ സമയത്ത് അവർ വേറൊരു കല്യാണം കഴിച്ച് അതിൽ കുട്ടിയൊക്കെ ഉള്ളൊരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് കുറേ പേര് അങ്ങനെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇനി രക്ഷയില്ല, ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കടുങ്കൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തതായിരിക്കാം എന്നാണ് രേണുവിൻ്റെ വേർഷൻ. പക്ഷേ ഇവർ പറയുന്ന വേർഷനിൽ കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങുകയാണ്. ഓക്കെ, പിന്നെ ഇവർ കല്യാണം കഴിച്ച് ഒപ്പം ജീവിക്കുമ്പോഴും ഈ മൂത്ത കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ശരിക്കുള്ള ആ പയ്യൻ്റെ അമ്മ ആൻഡ് ആരെയാണോ അവർ കല്യാണം കഴിച്ച പിന്നെ അവർ വീട്ടിൽ വരികയും സൈക്കിൾ മേടിച്ചു കൊടുക്കുകയും അത് ഈ ലേഡി അറിയുകയും അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നും ബാങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ലിപ്പ് കണ്ടു എന്നുള്ളതൊക്കെ അവർ പറയുന്നത്. അതായത് രണ്ടാമത്തെ വിവാഹത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് ആദ്യ ഭാര്യയുമായിട്ടുണ്ടായിരുന്ന, ആദ്യം വിവാഹം കഴിച്ച ലേഡിയുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം വീണ്ടും, അല്ലെങ്കിൽ ആ റിലേഷൻ വീണ്ടും സുധി തുടർന്നത് കൊണ്ടാണ്. പ്ലസ് അതിലേക്ക് രേണു വന്ന് ആഡാവുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻ്റർവ്യൂ മൊത്തം പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോൾ 1 കെട്ടണോ 2 കെട്ടണോ 3 കെട്ടണോ എന്നുള്ളതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ്. ഇന്ത്യയിൽ ലീഗലി ഒന്നേ ഉള്ളൂ. പിന്നെ ഈ 1, 2, 3 കെട്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്, അല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്. ഓക്കെ, പ്രശ്നങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ എന്താകുന്നത്, നിയമപരമായിട്ടും കോംപ്ലിക്കേഷൻ ആവുന്നത്, നാട്ടുകാർക്കും മീഡിയയിലൊക്കെ ഒരു കോണ്ടന്റും ആവുന്നത്. പിന്നെ സുധി ചേട്ടൻ വന്ന് ചാനലിൽ പറഞ്ഞ പകുതി എന്നല്ല, ഒരു 95% കള്ളം തന്നെയാണ്. ഒന്നും സത്യാവസ്ഥയില്ല. ഞാൻ സുധിച്ചേട്ടനുമായിട്ട് ഫസ്റ്റ് വഴക്കുണ്ടാക്കി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കിച്ചുവിനൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തു, ശാലിനിയും ശാലിനിയുടെ ഹസ്ബൻഡും കൂടി വന്നിട്ട്. ഈ സൈക്കിൾ ഞാൻ കാണാതെ ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചു ഇവര്. അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ കോൾ ചെയ്ത് പറഞ്ഞു, ഇവരുടെ തൊട്ടടുത്ത വീട്ടിലെ കോൾ ചെയ്ത് പറഞ്ഞു ഇതുപോലെ ശാലിനി വന്നിട്ടുണ്ട്, ഹസ്ബൻഡും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അവരമ്മയും, അന്ന് അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അച്ഛനുള്ള സമയത്ത് ഇവളെ വീട്ടിൽ കയറ്റൂലായിരുന്നു, കാരണം മോനെ കളഞ്ഞിട്ട് പോയതല്ലേ. ഫുഡൊക്കെ വെച്ച് അവര് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇവരെല്ലാം എന്നെ ചീറ്റ് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ ആ പെൺകുട്ടി ഒരിക്കൽ പോലും ഇവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. ബുക്കാണെങ്കിലും പുസ്തകമാണെങ്കിലും പിന്നെ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ വാങ്ങി കൊടുക്കാറുണ്ട് ആ പെൺകുട്ടി. പിന്നെ ഒരു സീസൺ ടൈമിലാണ് അവൾക്ക് ഇഷ്ടമായ ഒരാളുടെ കൂടെ അവൾ പോയി. ഓക്കെ, ഇവര് മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴത്തേന് കുട്ടീനെയും കൊണ്ടാണ് ഇവൾ ആദ്യം പോയത്. കേസ് കൊടുത്തിട്ട് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണ്. അത് കഴിഞ്ഞ് ഇവരെ വീട്ടിൽ ഏകദേശം ഒരു 1 മന്ത് കാലഘട്ടം വരെയും സുധി പറഞ്ഞില്ല. സുധി പറയാതെ സ്റ്റേജുകളെല്ലാം കൊണ്ടു നടന്നു. അതിനുശേഷം ഇവരെ വീട്ടില് നമ്മുടെ കൂടെ ഉള്ള ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആൾക്കിത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ആള് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ചേട്ടനും ചേട്ടത്തി എല്ലാരും പോയിട്ട് ഈ മോനെ എടുത്തിട്ട് വരുന്നത്. അമ്മ രാവിലെ 5 മണിയാകുമ്പോ ഉറക്കം എണീക്കും. എനിക്കൊന്നും അടുക്കള കയറാനുള്ള ഒരു കാര്യം അമ്മ ചെയ്യില്ല. അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഫുഡ് ഉണ്ടാക്കും, ചോറ് വയ്ക്കും, പിന്നെ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ഇതെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഈ കിച്ചുവിന്റെ ഡ്രസ്സ് പോലും അലക്കിയിടുന്ന അമ്മയാണ്. ഞാൻ പോലും അലക്കാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടില്ല. അതായത് സുധിച്ചേട്ടന്റെ അമ്മ.
മനസ്സിലായി. ഈ ആൾക്കാർ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥമായ കള്ളങ്ങളാണ്. ആ മോനെ നോക്കി വളർത്തിയതെല്ലാം ചേട്ടനും ചേട്ടത്തിയും തന്നെയാണ്. ഒരു പേരന്റ്സ് മീറ്റിംഗ് വന്നാൽ പോകുന്നതും എന്ത് കാര്യമാണെങ്കിലും ചേട്ടനും ചേട്ടത്തിയും തന്നെയാണ്. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് രേണുവോ സുധിയോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ കിച്ചുവിനെ നോക്കിയത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രഗിള് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ലേഡി പറയുന്നത് അവരത്യാവശ്യം കിച്ചുവിൻ്റെ അമ്മ അത്യാവശ്യം ഈ കുട്ടികളെ ഉള്ള സമയത്ത് നോക്കിയിട്ടുണ്ട്. അല്ലാതെ സുധിയുടെ ബ്രദറും വൈഫും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അവരുടെ അമ്മ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് കിച്ചു ആണെങ്കിലും ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്ന സമയത്ത് അധികവും അമ്മമ്മയുടെ കൂടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അച്ഛമ്മയുടെ കൂടെ. അങ്ങനെ അവരുടെ വീട്ടിൽ, കൊല്ലത്ത് വീട്ടിൽ നിന്നൊക്കെയാണ് അങ്ങനത്തെ ഒരു കാര്യമാണ് കിച്ചുവൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. മേ ബി ഇത് നോക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നോക്കിയത് കൊണ്ടായിരിക്കും. ഏത് അച്ഛനമ്മമാരുള്ള സമയത്ത് തന്നെ അച്ഛനമ്മമാരേക്കാൾ കൂടുതൽ നോക്കുന്ന അച്ഛൻ്റെ ജ്യേഷ്ഠനും വൈഫും അങ്ങനെ ചില ഫാമിലീസിലുണ്ട്. എനിക്കും നന്നായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അച്ഛനമ്മമാരേക്കാൾ കൂടുതൽ വല്യച്ഛനും വല്യമ്മയൊക്കെ നോക്കുന്ന കുട്ടികൾ കാണും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കണം ആ പയ്യൻ ഇപ്പോഴും അവിടെ തന്നെ നിന്ന് പോകുന്നത്. പക്ഷേ ഇതെന്താ അറിയോ, ഇതൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കിൽ കേൾക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുധിയുടെ നറേഷൻ നമുക്ക് കേൾക്കാം. ഓക്കെ, സുധി ഇന്നില്ല, രേണുവാണ് ഇനിയിപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി ഞാൻ പറയുന്നത്. പിന്നെ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാര്യ എന്നുള്ള രീതിക്കൊന്നും അല്ലെങ്കിലും ഒപ്പം നിന്ന ഫ്രണ്ട്സ്. ഇപ്പം എനിക്കറിയാം, ഞാൻ പല സാഹചര്യങ്ങളിലായിട്ട് ഇങ്ങനെ കോണ്ടൻറ്റ് ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഈ സുധിയായിട്ട് റിലേറ്റ് ചെയ്ത പല വ്യക്തികളും പണ്ടത്തെ ഫ്രണ്ട്സ് കുറേ പേര് ഫോൺ വിളിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചില കോണ്ടൻറ്റ് ചെയ്തപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഈ സുധിയുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, ഓക്കെ, ഇയാളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് മീഡിയയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അല്ലാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അല്ലാതെ ഇനി സുധിയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനോ ഇല്ല. പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ കിച്ചു അല്ലെങ്കിൽ രേണു രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള എന്താ പറയുക കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ലൈഫിലേക്ക് രേണു എന്ന് പറഞ്ഞ വ്യക്തി വേറൊരാളിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എഫക്റ്റ് ചെയ്ത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഒരു ചാനലിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ, ഫോൺ ത്രൂ ആണെങ്കിൽ പോലുള്ളൊരു ഇൻ്റർവ്യൂ, അത് വലിയ ഇമ്പാക്റ്റ് മരിച്ചുപോയ വ്യക്തിക്കും ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്കും രേണുവിനും ഓൾറെഡി ഉള്ള ഒരു നെഗറ്റീവിൽ എന്താ പറയുക ടോപ്പിലൊരു സാധനം കൂടി ഇന്നാ വിളിച്ചോ, ഒരു അടിപൊളിയാവും ഇനി വരാൻ പോണത്. പിന്നെ ഇവരും എക്സ്പോസ്ഡ് ആവുകൂടി. എത്ര കാലം ഇപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് പറയും. ഇവർ ഒപ്പമുണ്ടായിരുന്ന ഷോ പറയുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഏതൊക്കെ ഷോ, ഏതൊക്കെ കൊല്ലം, ഏതൊക്കെ സ്റ്റേജ് എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. എല്ലാം ഡിജിറ്റലാണ് ഇപ്പോൾ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവരും നാളെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഐ എം എക്സ്പെക്ടിങ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ചിലപ്പോൾ വരുമായിരിക്കും. കാരണം ഇതിനെന്താണെങ്കിലും രേണുവിൻ്റെ ഒരു വേർഷൻ രേണു പറയാതിരിക്കില്ല. കാരണം ഇതിൽ തുടക്കത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവരുടെ ബന്ധം വഷളാവാൻ കാരണം ആദ്യ ഭാര്യ, സുധിയുടെ ആദ്യ ഭാര്യ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ലേറ്റർ ഹാഫിൽ ഒരു സിനിമ പോലെയാണ്. ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ, സെക്കൻഡ് ഹാഫിൽ ഇവർ പറയുന്നത് രേണു അയച്ച മെസ്സേജുകളെക്കുറിച്ചും രേണു ഇവർ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ അത്? ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല.
ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കണോ? അല്ല, പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. ഓ, നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. ഓക്കെ. അറിയാമായിരുന്നു ഇന്ന പോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ രാവിലെ പുള്ളി ഉറങ്ങിക്കിടന്നപ്പോ നമ്മൾ അത്രയും സിൻസിയർ ആയിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നത്. അപ്പൊ നമുക്ക് ഹാറ്റല്ലേ അത്. ഏത് വർഷമായിരുന്നു നടന്നത്? ഞാന് ഏകദേശം ഒരു 5 വർഷം ഉണ്ടായിരുന്നു. 5 വർഷം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. കുട്ടികളൊന്നും ആ സമയത്തായില്ല? ഇല്ല. എന്തോന്നാണ് ഇത് അതായത് രേണുസുധീന് ഓൾറെഡി ഒരു എന്താ പറയുക അൾട്രാ നെഗറ്റിവിറ്റി തലയിലുള്ളപ്പോഴാണ് ഇപ്പം അടുത്ത് കുറച്ച് ഇൻ്റർവ്യൂസും കാര്യമൊക്കെ കയറി വന്ന് അവരതിൽ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്ത് ഒരു ഷിഫ്റ്റ് വന്നത്, അതായത് കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് വന്നത്. ഇതിനി എന്താണെങ്കിലും സുധിയെ വരെ അടിച്ചു മാറ്റിയവളാണല്ലേ നീ എന്നുള്ള സ്കീമിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ കുറേ എണ്ണം അങ്ങനെ ഞാൻ കണ്ടു. എന്താ അറിയോ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം, ലൈഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാം. സോഷ്യൽ മീഡിയനെ നമ്മൾ നമ്മളുടെ ഒരു ഫെയിമിന് വേണ്ടി ഒപ്പം കൊണ്ടു നടക്കാം. ഓക്കെ. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാനിതെൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ രേണുസുധി റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, രേണു ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റായിട്ട് മാറി. പല സാഹചര്യത്തിലും ഇനിയും സുധി എന്ന് പറഞ്ഞു പോകുമ്പോൾ അവർക്ക് അതിനുള്ള അർഹത ഉണ്ട്, അല്ലെങ്കിൽ അവരാണ് അതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ആൾ, ലീഗലി വൈഫാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഒരു പരിധി വിട്ടു പോരുതായിരുന്നു, ഒരു പരിധിക്ക് വെച്ച് കട്ട് ചെയ്യണമായിരുന്നു. കാരണം രേണുവിന് എന്താണെങ്കിലും അറിയാം സുധിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ ലൈഫിൻ്റെ എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഇതിൽ ഹേർട്ടാവുന്നവരുണ്ടാവും, ഇതിൽ ദേഷ്യം വരുന്നവരുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ആളുകൾ ഒരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരും. ഓക്കെ. പിന്നെ ഈ അടുത്തുണ്ടായ കുറേ എന്താ പറയുക നാടകം പോലത്തെ കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട് രേണുവിൻ്റെ. ഓക്കെ. പ്ലാൻഡ് ആയിട്ടുള്ള ഒന്നൊക്കെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഒരു ഓക്കെയാണ്. പിന്നെ 2ഉം 3ഉം ഒക്കെ ഇങ്ങനത്തെ പ്ലാൻഡ് സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ ആളുകൾക്ക് വന്ന പോസിറ്റീവ് എന്ന് മാറി നെഗറ്റീവിലേക്ക് പോകാനൊരവസ്ഥ. ഇപ്പം അതിൻ്റെ മുകളിൽ ഇതാ നടക്കുന്നു. ഏത് ഇപ്പം ഈ ലേഡി ഇവിടെ വന്നിട്ട് ഈ മീഡിയയിൽ ഇത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും ഇപ്പം അവരങ്ങനെ ഒരു വഴി ഓപ്റ്റ് ചെയ്യാനുണ്ടായ കാരണം അവർ പറയുന്നത് ഇതാണ്. പബ്ലിക്കലി രേണു എവിടെയെങ്കിലും പറഞ്ഞില്ലെങ്കിലും രേണു അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. ആകെ മൊത്തം ഞാൻ ഇതെന്താ അറിയോ, എനിക്ക് ഈ മരണപ്പെട്ട ഇപ്പം സുധിയുടെ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുധി ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ കാണിക്കാതിരിക്കുകയെ അയാളുടെ പേഴ്സണൽ സംഗതി മരണശേഷവും ഈ ജീവിച്ചിരിക്കുന്നവരുടെ ആക്ടിവിറ്റി കാരണം മരണപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഭയങ്കരമാണ്. പിന്നെ ഇവർ പറയുന്ന ഒരു വേർഷൻ ഇവരിത് ഞാൻ ജീവിച്ചിരിക്കുകയാണ്, എനിക്ക് വേറെ ലൈഫുണ്ട്, എനിക്ക് കുട്ടിയുണ്ട്, എനിക്ക് ജീവിതം മുന്നോട്ടുണ്ട്, ഈ രേണു നടന്ന് പല സ്ഥലങ്ങളിൽ പറയുന്നത് എനിക്ക് ഭയങ്കര മോശമായി ഇമ്പാക്റ്റ് ആവുമെന്ന് പറയുമ്പോൾ അത് അവരുടെ കോളാണ്. ഓക്കെ. പിന്നെന്താ അറിയോ, ഇതിപ്പോൾ ഈ പല പേരുകളാണല്ലോ BBയെ കുറിച്ച് പറയുന്നത്, ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം പലരും രേണുസുധി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒക്കെ എന്താ പറയുക സാധനങ്ങൾ എയറിലുള്ളപ്പോൾ ഇത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ള സമയത്തൊക്കെ രേണു പോയാണ്ടല്ലോ അവസ്ഥ മാറുകൂടെ. ഇത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഫേസിലേക്കൊക്കെ ഇത് കാര്യങ്ങൾ പോവുമോ കുറച്ച് ദിവസം കൊണ്ട് എന്നുള്ളത്. ഞാൻ ഇൻ കേസ് ഇപ്പോൾ ഷോ ഒക്കെ തുടങ്ങാനായി എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും പലതും ഡിസ്കഷനിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ലൈഫ് ഇപ്പം പോകുന്നതിനേക്കാൾ വേസ്റ്റായിട്ട് ചിലപ്പോൾ പുറത്തിറങ്ങിയാൽ മുന്നോട്ട് പോകും.
അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ്. ഞാൻ പല ഇൻ്റർവ്യൂസ് ഇപ്പോൾ കാണുമ്പോഴും ഞാൻ ആലോചിക്കുന്നതാ, ഇത് ബിബിക്കുള്ള പ്രിപ്പറേഷനാണോ? ഇപ്പം നടക്കുന്ന കുറേ സാധനങ്ങൾ അതിനായിട്ടുള്ള ഭയങ്കര ക്ലോസ് ആയിട്ട് നിങ്ങൾ നോക്കിയോ. ഇപ്പം നടക്കുന്ന സോഷ്യൽ മീഡിയ കുറേ ഇൻ്റർവ്യൂസും കുറേ ഇതേപോലത്തെ കോൺട്രവേഴ്സീസൊക്കെ, ഈ ഫേസുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ബിഗ് ബോസ് സീസണുകളിൽ കാണും. ഓക്കെ, അത്ര ഇമ്പാക്റ്റ് ഉണ്ട് ആ ഷോയ്ക്ക്. അതെനിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനായിട്ടും പലതും ചെയ്തു വെക്കുന്നുണ്ട്. ലെറ്റ്സ് സീ, എന്താണ് ഇനി ഒരു പോർഷൻ കൂടെ ഉള്ളൂ. പുള്ളിക്ക് അറിയാം. അതുമല്ല, പുള്ളി ജൂൺ 4-ാം തീയതിയാണ് മരണപ്പെടുന്നത്. പുള്ളി മെയ് 20-ാം തീയതി എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴെന്നെ വിളിച്ചിരുന്നു. എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് വെച്ച് അപ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവോന്ന് ഹസ്ബൻഡ് ചെന്ന് ചോദിച്ചു. ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു എനിക്കറിയാം, എന്റെ വൈഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. നാളെ നിങ്ങൾ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വലിയൊരാളാവും, ചിലപ്പോൾ ഞാനാകും. അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചിരിക്കാൻ പാടില്ല എന്നൊരു, ഇതിപ്പം അവള് തന്നെയാണ് അവളുടെ കുഴി തോണ്ടിയിട്ട് ഇത്ര എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത്. അപ്പം എന്റെ സ്വർണ്ണമൊക്കെ ഇവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് 1 ലക്ഷം രൂപ വേണം, എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പഠിക്കണമായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് കോഴ്സൊക്കെ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഫീസൊക്കെ അടയ്ക്കണമായിരുന്നു. അപ്പോഴെന്റെ കയ്യിൽ ഒരു മില്ലിഗ്രാം പോലും സ്വർണ്ണം ഇല്ലായിരുന്നു എന്റെ കയ്യിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് കോടതിയിൽ പറഞ്ഞു. ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞു. അപ്പൊ ചേച്ചി എന്നോട് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് കോടതിയിൽ വെച്ച് 1 ലക്ഷം രൂപ തന്നു. പുള്ളിക്ക് അന്ന് അമേരിക്കൻ ട്രിപ്പ് ഉണ്ടായിരുന്നു, എവിടെയോ ഒരു ലോങ് ട്രിപ്പായിരുന്നു, ഒരു 2 മാസമോ 3 മാസമോ കണ്ട്. അത് കഴിഞ്ഞ് പുള്ളി പൈസയൊക്കെ കൊണ്ട് കോടതിയിൽ കെട്ടി എനിക്ക് തന്നു. തന്നപ്പം അതുവരെ ഇവള് പറഞ്ഞു അവൾ അത്രയും നാൾ ജീവിച്ചതിന് 1 ലക്ഷം രൂപ എന്റെ ഭർത്താവിന്റെ മേടിച്ചോണ്ടാ പോയെന്നുള്ളത്. അതുവരെ ആ ചേച്ചിയോട് പറഞ്ഞു. നിങ്ങളെ ഡിവോഴ്സ് നടന്ന വർഷം ഏതാ? ഡിവോഴ്സ് നടന്ന വർഷം ഞങ്ങൾ മാരേജ് ആയിട്ട് ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡിവോഴ്സ് ആകുന്നത്. ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് പ്രശ്നവും കൂടി വരുന്നുണ്ട്. കിച്ചുവിന്റെ അമ്മ ശാലിനിയാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അപവാദം കിടപ്പുണ്ട് ഇപ്പൊ. അതായത് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ കളഞ്ഞിട്ട് വേറൊരുത്തൻ്റെ ഒളിച്ചോടിപ്പോയത് ഞാനാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ അതും കൂടി കിടക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് കോമഡി സ്റ്റാർസ് സീസൺ 1 ടീം ലാഫ്റ്റർ കേരളയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. ആ ടൈമിലാണ് ഞങ്ങൾക്ക് മാരേജ് നടക്കുന്നത്. നമ്മുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് ഓൾമോസ്റ്റ് ചാനലിലുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ഫ്ലവേഴ്സ് ചാനലുകാർക്ക് പല ആൾക്കാർക്കും എന്നെ അറിയാം. പിന്നെ അവര് 24 അറിയാം. ഇവര് പിന്നെ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. അല്ല, ഈ രേണു ആണല്ലോ ഒഫീഷ്യലി ഇപ്പൊ 3ാമത്തെ ബന്ധമാണെങ്കിലും രേണു ആണ് ഒഫീഷ്യലി ഭാര്യ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കുമ്പോൾ രേണുവിനെ തന്നെയാണല്ലോ അവർ കൊണ്ടുവരിക. ഈ മുൻ ഭാര്യയെ അവർ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ ഈ ലേഡിയിൽ സംസാരത്തിൽ എവിടേക്കോ ഇവർ ഭയങ്കര ഡീപ്ലി ഹേർട്ടാണ്. ഇവർക്കൊരു ഗ്രഡ്ജ് ഉണ്ട് തോന്നുന്നു രേണുവിനായിട്ട്. പക്ഷെ രേണു പ്രത്യക്ഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയും ഒരു ഇൻ്റർവ്യൂവിലും ഇവരെ കുറിച്ചൊന്നും കോട്ട് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കിച്ചുയുടെ അമ്മേനെ കുറിച്ച് സംസാരിച്ചിട്ട് പോവാന്നല്ലാതെ ഈ ലേഡിയായിട്ടുള്ള ഒരു കാര്യങ്ങളും രേണു സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രേണു ക്യാമറയുടെ മുന്നിൽ പറയാത്ത കാര്യം ചിലപ്പോൾ സെറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ പല സ്റ്റേജിലും ഒപ്പം ലൈഫിൽ ഒന്നിച്ചുള്ളപ്പോൾ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒപ്പമുള്ള ആർട്ടിസ്റ്റുകൾക്കോ ടെക്നീഷ്യൻസിനോ ചാനൽസിലുള്ളവർക്കൊക്കെ സുധിയുടെ ഈ 2ാമത്തെ ഇന്നിങ്സിനെ കുറിച്ച് അറിയുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് പലരും രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു അവിടെ കൊടുത്ത ഉത്തരങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ ഈ മീഡിയയിൽ ഉത്തരം വയ്ക്കുന്നത്. സോ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഡീപ്ലി രേണു എന്ന് പറഞ്ഞ ആളുടെ ഒരു ഇമേജ് ടാർണിഷ് ആവട്ടെ. കൂട്ടത്തിൽ സുധീനിയും പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, സുധി ഇല്ലല്ലോ ഇപ്പോൾ, സുധീനിയും പോട്ടെ എന്നുള്ള നിലയ്ക്ക്. എന്താണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഓക്കെ, ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം. കിച്ചു എന്നുള്ള കുട്ടി ഇപ്പോൾ ഇവരറിയുന്ന പലരും, പക്ഷെ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുമോ? വരാമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നെങ്കിൽ കിച്ചുയുടെ അമ്മ അങ്ങനെ ഇപ്പം ഇല്ല, ഓക്കെ എന്നുള്ള കാര്യം അവരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് സുധിയാണെങ്കിലും
രേണു ആണെങ്കിലും പല സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരും കിച്ചു എന്ന് പറഞ്ഞ കുട്ടി ഇവരുടെ മകനാണെന്നത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വഴി കാണില്ല. കാരണം ഈ റിലേഷൻസൊക്കെ അറിയുന്ന പേര് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് ലെവലിലാണെങ്കിലും ചാനൽ ലെവലിലാണെങ്കിലും ആ സർക്കിളിലുള്ളവർക്കല്ലേ അറിയൂ. പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എന്താണെങ്കിലും എന്തുകൊണ്ടോ ഇവർ മീഡിയയുടെ മുന്നിൽ വരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് രേണുവിന് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. രേണുവിന് ഇപ്പോൾ യൂസ്ഡ് ആയിക്കാണ് നെഗറ്റീവ് കിട്ടി. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് രേണുവിന് വരാൻ സാധ്യതയില്ല. രേണുവിന് പുതിയൊരു കോണ്ടന്റുകളും കിട്ടി സോഷ്യൽ മീഡിയയ്ക്ക്. രേണു പ്ലസ് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇമേജ് ടാർണിഷ് ആവുന്നത് കൊല്ലം സുധിയുടെയാണ്. മരിച്ചുപോയ ആ വ്യക്തിയുടെ, ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗതികെട്ട ആത്മാവായിരിക്കും കൊല്ലം സുധിയുടെ. അയ്യോ, അവസ്ഥ തന്നെയാണ്. സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെയാണ്. കറക്റ്റ് ഹാൻഡിൽ ചെയ്തില്ല, കറക്റ്റ് കാര്യങ്ങൾ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്തില്ല, കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളും എക്സ്പോസ്ഡ് ആവും. ആകെ മൊത്തം നമ്മളുടെ ലൈഫും തുറന്ന് മാറ്റ കേസായി പോകും. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ്, ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത് പോകുന്നത് എനിക്ക്. ഇനി എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കറിയില്ല.